ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഡിസംബർ 21 രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത് ഷാറുഖ് ഖാൻ നായകനായ ചിത്രമായിരുന്നു ഡങ്കി എന്ന് പറയുന്ന ചിത്രം ഞാൻ OTT വഴിയാണ് കണ്ടത്, തിയേറ്റർ വഴിയല്ല. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് സിനിമ കണ്ടത്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ ഒരു രക്ഷയില്ലാത്ത സിനിമ, ഗംഭീര സിനിമ, നല്ല സോഷ്യൽ കണ്ടൻറ്റുള്ള സിനിമയെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. രാജ്കുമാർ ഹിരാനി എന്ന് പറയുന്ന സംവിധായകൻ എന്ന് പറയുന്നത് നല്ല കിടില റൈറ്ററാണ്. കാരണം വെച്ചാൽ നമ്മൾ സോഷ്യൽ പരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കിടിലമായിട്ട് എഴുതി നല്ല തിയേറ്ററിൽ കാണിച്ചു തരുന്ന ഒരാളുടെ സംവിധായകനാണ് രാജ്കുമാർ ഹിരാനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു സിനിമ വരുമ്പം നല്ല ഹൈ പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും, അത്യാവശ്യം ക്വാളിറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ PK സഞ്ജു എന്ന കിടില സിനിമ എടുത്ത സംവിധായകങ്ങളുടെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, അതും ചില ചോദ്യങ്ങൾ നമ്മളെ നെഞ്ചിലോട്ട് അങ്ങ് തളച്ച് കയറുന്ന, നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് ആ സിനിമയിലൂടെ പറയുന്ന ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ. അപ്പോൾ രാജ്കുമാർ ഹിരാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കുറയാതെ തന്നെ എനിക്ക് കൂടുന്നേ ഉള്ളൂ. കാരണം ഒരു ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. കാരണം നല്ല കണ്ടൻറ്റും നല്ല സോഷ്യൽ കണ്ടൻറ്റുമായിട്ട് ഇറക്കുന്ന ഒരു ഡയറക്ടർ കൂടെയാണ്. അപ്പം ഡങ്കി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ലാൽ ടു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഇലീഗലായി ലണ്ടനിലേക്ക് 3 ഫ്രണ്ട്സുമായി പോകുന്ന ഒരു ജേണിയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. കാരണം ഒരു ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഇലീഗലായി ലണ്ടനിലോട്ട് പോകുന്ന കഥയാണ്, ഒരു 3 ഫ്രണ്ട്സിൻ്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അതൊരു നല്ലൊരു ജേണിയാണ്, കണ്ടിരിക്കാൻ പറ്റിയ. ആ ജേണിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം ഇംഗ്ലീഷിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, നമ്മുടെ ഇന്ത്യൻ ഭാഷയ്ക്ക് ഒരു പ്രാധാന്യമില്ലെന്നും ഈ സിനിമയിലൂടെ പറഞ്ഞു തരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം സ്വാഭാവികമുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ എവിടെ ചെന്നാലും മിക്കുള്ള സ്ഥലത്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഭാഷയെ ഒരു വിലയില്ലാതായിട്ട് വരുന്നു എന്ന് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അത് സത്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറയും ചില മീറ്റിങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മളെ ഭാഷയാണ് നാം പ്രാധാന്യം കൊടുത്തിട്ടാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, പ്രാധാന്യം കൊടുത്തിട്ടാണ് മറ്റുള്ള ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിലൊക്കെ ഈ സിനിമയിലൂടെ നല്ല വൃത്തി കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത്. അതൊക്കെ കിട്ടില്ല സീനുകളാണ്. കാരണം ഒരു പ്രേക്ഷകനെന്ന നിലയിൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമ കേരളത്തിൽ പൊട്ടിപ്പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സലാറും നേര് സിനിമകൾ ഇങ്ങനെ വന്നപ്പം ഈ സിനിമയുടെ സ്ക്രീൻ കൗണ്ട് കുറഞ്ഞു പോയി. പക്ഷേ ഈ സിനിമ അത്യാവശ്യം 75 ലക്ഷം രൂപ കളക്ട് ചെയ്താണ് സിനിമ പൊട്ടിയത്. പക്ഷേ കിട്ടില്ല സിനിമയാണ്, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ചെന്ന് തന്നെ OTT വഴി കാണാൻ ശ്രമിക്കുക. കിട്ടില്ല കണ്ടൻറ്റുള്ളൊരു സിനിമയാണ്. കാരണം ഇതിൽ ഷാറൂഖ് ഖാൻ്റെയിലും താപ്സിയുടെ പെർഫോമൻസിൽ മെഗാ സാധനം തന്നെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഇമോഷണൽ സീൻസ് കൊണ്ട് ഷാറൂഖ് ഖാൻ്റെ ഒരു രക്ഷയില്ല, നമ്മളെ കരയിപ്പിച്ച് കളയും. ക്ലൈമാക്സ് ആയാലും ഇൻ്റർമിഷനൊക്കെ ആയാലും ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊരു യഥാർത്ഥ കഥയെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുക. ഡങ്കി എന്ന് പറയുന്നത് ഒരു ബോർഡർ കടക്കുന്ന ഒരു സംഭവം യഥാർത്ഥമായിട്ടുള്ള ഉള്ളതാണ്. ഓരോ വർഷത്തിൽ ഏകദേശം ഒരു 5-6 ലക്ഷം പേരെങ്കിലും ഈ ബോർഡർ കടന്നങ്ങ് പോകുന്നുണ്ട്. അതിൽ കുറച്ച് പേര് എത്തിപ്പെടാം, കുറച്ച് പേര് നല്ല വൃത്തി മരിക്കുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു സോഷ്യൽ കണ്ടൻറ്റുള്ള സിനിമ ഡങ്കി എന്ന് പറഞ്ഞ ചിത്രം. അപ്പം മാക്സിമം കാണാൻ നോക്കുക, എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡങ്കിയെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.